നമുക്കറിയാം 2020 എന്ന കക്ഷി അവിടെ പ്രാദേശികമായി രൂപം കൊണ്ട ഒന്നാണ്. അവർ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം, വടക്കമ്പലം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും അവിടെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇത്തവണ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ BJPയോട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് 18 പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. സാബു എം ജേക്കബിന്റെ 2020 ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ പരസ്പര ധാരണയോടെ മത്സരിക്കാനാണ് ആലോചന. BJP അനുകൂല നീക്കത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കോർഡിനേറ്റർ അഷ്റഫ് പാറേക്കാടൻ രാജിവെച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2020യുടെ നീക്കം ഇരു മുന്നണികൾക്കും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ തവണ പല സീറ്റിലും UDF കണക്കുകൂട്ടൽ തെറ്റിച്ചത് നിപുൺ ചെറിയാൻ എന്ന IT പ്രൊഫഷണൽ രൂപം നൽകിയ V4 കൊച്ചിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. 2020 ആരുടെ ഏത് മുന്നണിയുടെ വോട്ടാകും ചോർത്തുക എന്ന ചർച്ചയും സജീവമാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2020 വൈസ് പ്രസിഡന്റ് ഗോപകുമാറിന്റെയും BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് KS ഷൈജുവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കോർപ്പറേഷനിലെ 76 ഡിവിഷനുകളിലേക്കും മത്സരിക്കുമെന്നാണ് ഗോപകുമാർ പറയുന്നത്. 76 ഡിവിഷനുകളിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നമ്മൾ ജനങ്ങൾ അംഗീകരിക്കുന്ന അവരുടെ അടുത്തുള്ള അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, നമ്മൾ ഒരിക്കലും മറ്റുള്ള പാർട്ടികളെ പോലെ അവരുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ അവരുടെ ആളുകൾ എന്നുള്ള രീതിയിലല്ല, നമ്മൾ ജനങ്ങളിൽ നിന്നാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത്. അവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയിട്ടുള്ള 2020 അവരെ നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഒരു പാർട്ടിയെ നമ്മൾ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. ഒരു പാർട്ടിയെയും, എൻ്റെ കാഴ്ചപ്പാടാണ്, ഒരു പാർട്ടിയെയും നാം ചെറുതായി കാണേണ്ട ആവശ്യമില്ല. അവരുടെ പ്രവർത്തനത്തെ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. BJPയെ സംബന്ധിച്ച് എല്ലാവരും രാഷ്ട്രീയ എതിരാളികളാണ്. ഇപ്പോൾ CPM എന്നോ കോൺഗ്രസ് എന്നോ 2020 എന്നോ വേറെ ഏത് പാർട്ടിയെന്നോ ഉള്ളതല്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു കേഡർ സിസ്റ്റമുള്ള പാർട്ടിയാണ്. മുകൾ തട്ടിലാണെങ്കിലും താഴെത്തട്ടിലാണെങ്കിലും ഇത് നിയന്ത്രിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന രീതിയിലുള്ള ശക്തമായ നേതൃത്വം ഇതിനകത്തുണ്ട്, ശക്തമായ അണികളുണ്ട്, ശക്തമായ ഇടക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുടെയും കൊണ്ട് സമ്പുഷ്ടമായ ഒരു പാർട്ടിയാണ് BJP എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ചില ആളുകളുടെ അല്ലെങ്കിൽ ചില ആളുകൾ കുടുംബാധിപത്യ പാർട്ടി അല്ലെങ്കിൽ ചില കുടുംബങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഇന്ത്യ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടതാണ്. അവസാനം ഇപ്പോൾ ആം ആദ്മിയുടെ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ആയുസ് എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആരെയും ചെറുതാക്കി നമ്മൾ കാണുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ്, ശക്തമായിട്ടുള്ള എതിരാളികൾ തന്നെയായിട്ടാണ് BJPയെ കാണുന്നത്. അല്ല, വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ, 2020യും CPMഉം കോൺഗ്രസും അല്ലെങ്കിൽ വേറെ ഒരു സ്വതന്ത്രനെ പോലും നമ്മൾ ചെറുതായി കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരാളെ പോലും, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സ്വതന്ത്രനെ പോലും ചെറുതായി കാണാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയ ഒപ്പോണൻ്റാണ്, ശക്തരായിട്ട് എതിരാളികൾ തന്നെയാണ്. അവർ അതേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. എറണാകുളം BJPയുടെ ജില്ലാ പ്രസിഡന്റ് KS ഷൈജുവും ഒപ്പം 2020യുടെ വൈസ് പ്രസിഡന്റ് ഗോപകുമാറിൻ്റെയും വാക്കുകൾ. ഈ വാക്കുകളിൽ എന്താണ് കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, അവിടെ LDF UDF കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചി. അതിനുശേഷം കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത് അവിടെ ചില പ്രാദേശികമായ രൂപം കൊണ്ട ചില പാർട്ടികൾ, ചില സംഘടനകൾ വോട്ടുകൾ ചോർത്തത് കൊണ്ടാണ്. UDFന്റെ വോട്ടുകളാണ് വലിയ ചോർച്ച ഉണ്ടാക്കിയത്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, നമുക്കറിയാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം, അപ്രതീക്ഷിതമായ ചില സഖ്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാം. അതിപ്പോൾ 2020യും BJPയും എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല BJPയുമായി 2020 എന്ന പാർട്ടി അടുക്കുമെന്ന്. പക്ഷേ ദേശീയ തലത്തിൽ പല കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തി കൂടിയാണ് അതിൻ്റെ കോർഡിനേറ്റർ സാബു എം ജേക്കബ് എന്ന് നമുക്കറിയാം. അത്തരമൊരു സമീപനമുള്ള ഒരാൾ BJPയുടെ അടുക്കും എന്ന് പ്രതീക്ഷിക്കണം. അതാണോ ഇപ്പോൾ, അത്തരത്തിലുള്ള ചർച്ചകളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത, ചില ചർച്ചകൾ വളരെ അനൗപചാരികമായി, എന്നാൽ അത് വളരെ കാര്യമായിട്ട് തന്നെ തുടങ്ങി വെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റ് ശ്രീ സാബു ജേക്കബ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന, നമ്മുടെ പ്രധാനപ്പെട്ട എതിരാളികൾ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ആ രീതിയിലാണ് നമ്മൾ കാണുന്നതെന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയുമെല്ലാം തന്നെ ചെയ്തു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു
വിശദീകരണം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ NDA ആ രീതിയിലേക്ക് കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ BJP ഇവിടെ അത്രമാത്രം വലിയ ശക്തിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ എതിർക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസ്താവനയായിട്ട് പറയുകയും ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഈ കൊച്ചി കോർപ്പറേഷൻ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുമുന്നണി ഭരിച്ചത് തന്നെ 4 സീറ്റുകൾ, അത് 4 വിമതരാണ് എന്നത് പ്രത്യേകം ഓർക്കുക രഞ്ജിത്ത്. അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇത് 5 വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അത്ര കണ്ട ഇവിടെ ഈ മത്സരം ശക്തമാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കാമെന്ന രീതിയിലൊക്കെ നിൽക്കുന്നു. കഴിഞ്ഞ തവണ V4 കൊച്ചി ഉണ്ടാക്കിയ ഒരു തരംഗം അത് ചെറുതല്ല, അതൊരു ആശയം മാത്രമായിരുന്നു. അതൊരു പാർട്ടി എന്ന രീതിയിൽ തന്നെയും വലിയ രീതിയിൽ കെട്ടുറപ്പോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ കൂടിയും V4 കൊച്ചി നമ്മൾ നേരത്തെ ഡാനി പറഞ്ഞതുപോലെ V4 കൊച്ചിയുടെ സാന്നിധ്യം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് UDFന്റെ ചില്ലറ പ്രശ്നങ്ങളല്ല ഉണ്ടാക്കിയത്. അവർക്ക് ഉറപ്പായും വിജയിക്കാൻ കഴിയുന്ന വാർഡുകളിൽ പോലും V4 കൊച്ചിയുടെ വോട്ടുകൾ അവർക്ക് തിരിച്ചടിയായി. കാരണം UDFന്റെ വോട്ടുകളാണ് പിടിച്ചത്. അത് LDF വിജയത്തിന്, LDF ഭരണത്തിലേറാൻ വലിയ സഹായകരമാവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ V4 കൊച്ചിയുടെ ഒരു അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ഈ 2020 എന്ന കക്ഷി ഇപ്പോൾ നേരത്തെയുള്ള പ്രാധാന്യം, ശക്തി അവർക്കുണ്ട് എന്ന് കരുതാൻ സാധിക്കുമോ? പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയും വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്ത, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവർക്ക് കുറച്ച് പ്രതികൂലമാണ് പലതരത്തിൽ, അങ്ങനെയും കരുതാമല്ലോ. രഞ്ജിത്ത്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു ശരാശരി വോട്ട് അവർക്ക് പിടിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നത് നമ്മൾക്ക് മറന്നുകൂടാ. കാരണം പല മണ്ഡലങ്ങളിലും തന്നെ അവർ സജീവ സാന്നിധ്യമായിട്ട് അവർ ഇടപെടുകയും ചെയ്തു. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുകയും എല്ലാം തന്നെ ചെയ്യുക. അങ്ങനെ ഒരു സജീവമായിട്ട് അവരൊരു തുടർച്ചയുണ്ടാക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, കിഴക്കമ്പലം മോഡൽ എന്ന രീതിയിൽ അവർ പറയപ്പെടുന്ന ഈ കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് കുറേയെങ്കിലും അത് ഈ കിഴക്കമ്പലത്തിന് പുറത്തുള്ളവർക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം, അങ്ങനെയൊരു ധാരണ പലരിലേക്കും തന്നെയുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ കൊച്ചി കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വേദിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കുറച്ച് പേരെങ്കിലും അവർക്ക് അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെയാണ് അന്ന് V4 കൊച്ചിയുടെ കാര്യത്തിലെടുത്ത പോലെ തന്നെ കുറേ അധികം പേരെങ്കിലും മാറി ചിന്തിച്ചതുകൊണ്ടാണ് അത്ര കണ്ട് അന്ന് ഈ UDFൻ്റെ നില പരിങ്ങല്ലായത്. ഒപ്പം തന്നെ പലയിടങ്ങളിലും അന്ന് BJP 2ാം സ്ഥാനത്ത് വരാനുള്ളൊരു കാരണം അത് 5 സീറ്റായിട്ട് അവരുടെ വിജയം വർദ്ധിച്ചു. ഒപ്പം തന്നെ 6ഓളം സീറ്റുകളിൽ 2ാം സ്ഥാനത്തേക്ക് അവർക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം ഇത് ഈ V4 കൊച്ചിയുടെ എല്ലാം തന്നെ സഹായം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് വളരെ കൃത്യമായ ഒരു പ്രസൻസോടുകൂടി 2020 വരികയാണെങ്കിൽ തീർച്ചയായും അത് പലരുടെയും ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നൊരു കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും അത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സൂചനകൾ 2020 അകത്തു നിന്ന് തന്നെ ലഭിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ അവരുടെ ജില്ലാ കോർഡിനേറ്റർ, എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അസ്രഫ് പാറേക്കടൻ രാജിവെക്കുന്നത്. അദ്ദേഹം ഇത് വളരെ വ്യക്തമായി പറയുന്നു. BJPയുമായിട്ട് അടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് താൻ രാജിവെക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം BJPയോട് അടുത്ത് നിൽക്കുന്നതാണ്. നേരത്തെ രാജിവെച്ച പലരും ചെന്നത് BJP പാളയത്തിലേക്ക് തന്നെയാണ് ചെന്നത്. അതുകൊണ്ട് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിട്ട് 2020 മാറുന്നു എന്നതെല്ലാമാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കുറിച്ചത്. ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. ഇതിൽ കൃത്യമായി അത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് അവർ നിൽക്കുന്നത്. അവിടെ ഒരു വ്യക്തിഗത താല്പര്യങ്ങളാണ് 2020 നടക്കുന്നത് എന്നതെല്ലാമാണ് ഈ അസ്ലഫ് പാറേക്കാടൻ്റെ ഒരു ആരോപണങ്ങളായിട്ട് വരികയും ചെയ്യുന്നത്. രഞ്ജിത്ത്, ശരി, നമുക്കിപ്പോൾ 2020 കോർഡിനേറ്റർ കൂടിയായ ശ്രീ സാബു M ജേക്കബിൻ്റെ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട അതിഥി കൂടി ചേരുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകും. ഒരു പറച്ചിൽ ഈ ഇന്ത്യയുടെ പ്രത്യേകിച്ച് BJPയുടെ ഒരു മൃദു സമീപനം 2020 ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന NDA എന്ന് പറയുന്നത് ഒരു പ്രസക്തിയേ അല്ല. ഇപ്പോൾ കുന്നത്തനാടിൽ തന്നെ എനിക്കറിയില്ല എത്ര സ്ഥലത്ത് അവർ മത്സരിക്കുന്നുള്ളത്. ഇപ്പോൾ അതിലെ ചരിത്രം ഞങ്ങൾ ഈ പറയുന്ന ഓരോ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് BJPയുടെ കാൻഡിഡേറ്റ്സ് 10, 15, 25 വോട്ടിൽ കൂടുതൽ നേടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇപ്പോൾ കുന്നത്തനാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഘടന പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഒരു എതിരാളിയായിട്ടോ ഞങ്ങൾക്കൊരു ശത്രുവായിട്ടോ ഇന്ന് പിക്ചറിൽ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം പ്രസക്തിയുള്ള ഒരു പാർട്ടിയെ പറ്റി അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലില്ല. ഞാനെന്തിനാ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുമായിട്ട് മത്സരത്തിന് ഏറ്റുമുട്ടുന്ന ആരാണോ അവരെപ്പറ്റി അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി ആക്ഷേപം ഉന്നർത്തുന്ന ആരാണോ അവരെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുക.
എന്നാൽ 2020 അരാഷ്ട്രീയ സംഘടനയെന്നും ഇത് തങ്ങളെ ബാധിക്കില്ലെന്നുമാണ് CPM-ന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. അതിലേക്ക് അവർ 2020 എന്നുള്ള തികഞ്ഞ ഒരു അരാഷ്ട്രീയ സംഘടനയാണ്. അവർ ഈ സമൂഹത്തിലേക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകുന്നത്? ഇപ്പോൾ രാജ്യത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. 2020-യെ വലിയ രൂപത്തിൽ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി വർത്തമാനം പറയുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഉറക്കുന്നു, വർഗീയത ശക്തിപ്പെടുന്നു, RSSന്റെ പദ്ധതികൾ എന്താണ് 2020-യുടെ അഭിപ്രായം? വോട്ട് വെട്ടുന്ന സമീപനം സ്വീകരിക്കുന്നു, എന്താണ് 2020-യുടെ അഭിപ്രായം? മതപരമായ വിഭജനം ഉണ്ടാക്കുന്നു, അതിന് കലാപങ്ങൾ ഉണ്ടാക്കുന്നു, കന്യാസ്ത്രീകളെ പോലും വേട്ടയാടി ജയിലിനകത്താക്കുന്നു, എന്താണ് 2020-യുടെ അഭിപ്രായം? അപ്പോൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് പറയുന്ന ഒരു സംഘടനയാണോ? അല്ല, അരാഷ്ട്രീയമായി പണമുണ്ട്, പണത്തിൻ്റെ ഹുങ്ങുണ്ട്, CSR ഫണ്ടുണ്ട്, ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജനസേവനം നടത്തി ഞങ്ങളാണ് എല്ലാം ശ്രേഷ്ഠമെന്ന് പറയാൻ പോകുന്ന 2020-യെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ് കൊച്ചിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അഡ്വക്കേറ്റ് അസ്ലഹ് പാറക്കാടനുണ്ട്. അദ്ദേഹം 2020-യുടെ മുൻ ജില്ലാ കോർഡിനേറ്ററാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. നമസ്കാരം ശ്രീ അസ്ലഹ് പാറക്കാടൻ. താങ്കളുടെ മുൻ കോർഡിനേറ്റർ കൂടിയായ സാബു M. ജേക്കബ് ഇത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിഷേധിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ഇത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങൾ? ആദ്യം തന്നെ ഈ 2020 BJP ബന്ധം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് BJP വളർന്നത് പല സംസ്ഥാനങ്ങളിലും 2020 പോലെയുള്ള പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം മഹാരാഷ്ട്ര എടുത്താൽ ആ പ്രദേശത്ത് സ്വാധീന ശക്തിയുള്ള ശിവസേന പോലെയുള്ള പാർട്ടികൾ, ബീഹാറിലാണെങ്കിൽ നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പതുക്കെ വളർന്ന് പിന്നീട് അവരെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ കേരളം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും BJPക്ക് ഇവിടെ ക്രമാതീതമായിട്ടുള്ള വോട്ട് ഷെയർ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു പാർട്ട്ണർഷിപ്പ് എടുത്ത് പരിശോധിച്ചാൽ BDJS പോലെ ദുർബലമായിട്ട് ജനപിന്തുണയില്ലാത്ത സഖ്യകക്ഷികളാണ് അവർക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ജനപിന്തുണയുള്ള കോമൺ പീപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ 2020-യെ BJP ബാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2020 വോട്ട് കൊണ്ട് BJP അല്ല ജയിക്കാൻ പോകുന്നത്. BJP വോട്ട് കൊണ്ട് 2020 കൊച്ചി കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ കുന്നത്നാട് വിട്ട് പുറത്ത് ഒക്കെ മത്സരിക്കുന്ന പഞ്ചായത്തുകളിൽ 2020 ജയിക്കാൻ പോകുന്നത് BJP വോട്ട് കൊണ്ടാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 അങ്ങനെ ജയിച്ച് വന്നു കഴിയുമ്പോൾ കാലക്രമേണ 2020-യെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം മറ്റു മുന്നണികളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അടർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അവരാരും തയ്യാറല്ല. അത് മാത്രമല്ല അടർത്തിക്കൊണ്ട് വന്നാൽ തന്നെ BJPക്ക് മുഴുവനായിട്ട് കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പക്ഷേ സാബു ജേക്കബ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് നേതൃത്വം കൊടുക്കുന്ന 2020 പാർട്ടി ഒരു കാലഘട്ടത്തിൽ BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനും അവരുടെ പരിധിയിൽ നിർത്താനും പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മറുഭാഗത്ത് 2020 അല്ലെങ്കിൽ സാബു ജേക്കബ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കുക. അതിനിപ്പോൾ ആരെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ BJP മാത്രമല്ല പലപ്പോഴും UDF-ഉം കടന്നു വരാറുണ്ട്. താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇതിൽ കാണുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഇപ്പോൾ 5 BJP കൗൺസിലേഴ്സാണുള്ളത്. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കൊച്ചിയിൽ 10ഓളം സീറ്റുകൾ 2ാം സ്ഥാനത്ത് വന്ന സാഹചര്യമുണ്ട്. ഇവിടെ എല്ലാം തന്നെ വ്യാപകമായ പ്രചരണം ഇപ്പോൾ തന്നെ 2020 തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം BJP വോട്ട് 2020-യിലേക്ക് പോകും. അപ്പോൾ 2020 പ്രധാനമായിട്ടും പറയുന്ന ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ BJP പലപ്പോഴും 3ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ 2020-ക്ക് BJP വോട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 2021-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പായാലും മറ്റു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും 2020-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുമ്പോൾ അതിലൊരു പ്രധാനമായിട്ടുള്ള പങ്ക് BJP വഹിക്കുന്നുണ്ട്. ബോധപൂർവം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് BJP ആയിട്ടൊരു സൈലന്റ് പാർട്ണർഷിപ്പിലാണ് ഇപ്പോൾ കേരളത്തിൽ 2020 പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആവുമ്പോഴേക്കും ഈ സൈലന്റ് പാർട്ണർഷിപ്പ് മാറ്റി 2020-ക്ക് ഒരു വോട്ട് ബേസ് വന്നു കഴിയുമ്പോൾ 2020-യുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് കേരളത്തിലേക്ക് കടന്നു കയറാം. അതായത് ഇപ്പോൾ നിലവിൽ ചെറിയ വോട്ടുകൾക്ക് പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ കിട്ടിയാൽ ജയിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് കടന്നു കയറി പതുക്കെ ഈ കേരളത്തിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ BJPയുടെ പൊളിറ്റിക്സ് വളർത്തിയത് അതുപോലെ തന്നെ ഇവിടെയും പൊളിറ്റിക്സ് വളർത്താമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് BJP സപ്പോർട്ട് ചെയ്യുന്നത്. മറുഭാഗത്ത് എങ്ങനെയെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കണം. കേരള പൊളിറ്റിക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് താങ്കൾ കേട്ടതാണ്. BJP അത്ര വലിയൊരു രാഷ്ട്രീയ കക്ഷി അദ്ദേഹം കാണുന്നില്ല. കിഴക്കമ്പലത്തൊന്നും കാര്യമായ തരത്തിലുള്ള സ്വാധീനം അവർക്കുണ്ട് എന്ന് കരുതുന്നില്ല. 10-15 വോട്ടുകൾ മാത്രം പല വാർഡുകളിൽ നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ പ്രത്യക്ഷമായ ചർച്ചകളില്ല.
അല്ലാതെ പരോക്ഷമായി ചില നീക്കുപോക്കുകൾ മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നാണോ? താങ്കൾക്കതിൽ എന്തെങ്കിലും വ്യക്തമായ തെളിവുകളുണ്ടോ? ഇവരാരെങ്കിലും നേതാക്കളുമായി, BJP നേതാക്കളും 2020 നേതാക്കളുമായി പരസ്പരം ഒരു ചർച്ചകൾ അത്തരത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കുന്നത്നാട് മാത്രമോ അല്ലെങ്കിൽ കിഴക്കമ്പലത്തോ മാത്രമോ മത്സരിക്കുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സാബു എം ജേക്കബിന്റെ ഈ വാദം നമുക്ക് യോജിക്കാം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അത് വിട്ട് ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള 60ഓളം പഞ്ചായത്തുകൾ മത്സരിക്കുന്നു, കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നു. ഇവിടെയൊക്കെ BJP സാന്നിധ്യമുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, കോർപ്പറേഷനിലെ കൗൺസിലർമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് എതിരാളി അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് മാത്രമല്ല, BJP ചർച്ചകൾ ഈ കമ്മിറ്റികൾ നടന്നിട്ടുണ്ട്. ഞാനടക്കം ഇരിക്കുന്ന കമ്മിറ്റികളിൽ സാബു എം ജേക്കബിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഗോകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ BJP ചർച്ചകൾ നടക്കുക മാത്രമല്ല, അവിടെ ഇരുന്ന 95% ആളുകളും ഇതിനെ അനുകൂലിക്കുക ചെയ്തത്. ആ രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇതിൻ്റെ ഒരു ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ നടക്കുന്ന സൈലന്റ് ധാരണ ഇത് ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ധാരണയാണ്. അതുകൊണ്ട് തുടരുക ദയവായി. ശ്രീനിജൻ, ഞങ്ങൾ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് 2020 BJPയുമായി അടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരം ചർച്ചകളിൽ പ്രതിഷേധിച്ചാണ് അവരുടെ മുൻ കോർഡിനേറ്റർ കൂടിയായ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയായ അഷ്റഫ് പാറേക്കാടൻ രാജിവെച്ചത്. ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. താങ്കൾക്ക് എന്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇത്തരമൊരു അലയൻസ് ഉണ്ടായാൽ അത് കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുമോ? ഈ വാർത്ത ന്യൂസ് പുറത്തുവിട്ട് ഇപ്പോഴത്തെ വാർത്ത ഒരു അത്ഭുതവും എടുത്തുന്നില്ല. കാരണം ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 2020 BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരം ചർച്ചകളും ഇത്തരം കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ഉദാഹരണം, ഇവരുടെ പാർട്ടിയിൽ നിന്ന് ഈ അടുത്ത് വിട്ടുപോയ 7 പേര് ഇന്നിപ്പോ AY ജോസ്, ഇതിപ്പോ അഫ്സലിന് മുമ്പ് ഉള്ള 2020യുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ആയിരുന്നു. അദ്ദേഹം അടക്കം ഇന്നിപ്പോ അദ്ദേഹം AY ജോസ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ 7 പേര് ഇപ്പൊ BJPയുടെ വിവിധ തലങ്ങളിലേക്ക് 2020യിൽ പ്രവർത്തിച്ച ആളുകൾ BJPയുടെ വിവിധ തലങ്ങളിൽ ഇപ്പോ വളരെ വ്യക്തമായിട്ടുള്ള ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഗോപകുമാർ DJDSന്റെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇപ്പൊ 2020യുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പൊ ഇവരുടെ ഒരു വ്യക്തമായിട്ടൊരു ധാരണ അടുത്ത ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP 2020 സഹായിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2020 BJPനെ സഹായിക്കുന്ന തരത്തിലേക്കൊരു ധാരണ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയം. മാത്രവുമല്ല, സാബുവിന്റെ അടുത്ത കാലത്തുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് BJPനെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു തരത്തിൽ പോലും അദ്ദേഹം വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുന്ന ഉന്നതതല സമിതിയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ശ്രീ സാബു എം ജേക്കബിനെ നോമിനേറ്റ് ചെയ്തിട്ട് പോലും ഉണ്ട്. അപ്പൊ ഇത്തരം ധാരണകൾ വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് 2020യിൽ നമുക്കറിയാം ന്യൂനപക്ഷ സമുദായങ്ങളാണ് കൂടുതൽ 2020യിലെ അണികള്. പക്ഷെ BJP മുന്നോട്ട് വെക്കുന്ന സംഘപരിവാർ അജണ്ടകളുമായിട്ട് സത്യത്തിൽ സാബു ജേക്കബ് തന്റെ സ്വന്തം അണികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇപ്പോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ വ്യവസായ താല്പര്യത്തിന് വേണ്ടിയും ഒരു പാർട്ടിയെ മുന്നിൽ നിർത്തി അദ്ദേഹം ഇപ്പോ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇവരുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളെ ഇപ്പൊ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. നേരത്തെ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോ അവര് മുന്നോട്ട് വെച്ച ആശയത്തിന് വലിയ പ്രതികരണം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ സൗജന്യമായിട്ട് 1-2 മാസം ഇലക്ഷൻ വരെ ഇപ്പൊ സൗജന്യ കിറ്റുകൾ കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഇലക്ഷൻ വരെ മാത്രമേ ഉള്ളൂ. ഞാൻ 2020 എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുന്നയോ അല്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇതേപോലെ സൗജന്യ കിറ്റുകൾ, ഇപ്പൊ കൊടുക്കുന്ന സൗജന്യ കിറ്റുകൾ കൊടുക്കാൻ സാബു ജേക്കബും 2020യും തയ്യാറാകുമോ എന്ന് ഒന്ന് വ്യക്തമാക്കണം. അപ്പൊ ഇതെല്ലാം അണികളെ പിടിച്ചു നിർത്തുന്നതിനും ആളുകളിലേക്ക്, ഇപ്പൊ ഡാനി പോൾ നേരത്തെ സംസാരിച്ചത് കേട്ടു, കിഴക്കമ്പലം മോഡൽ, അങ്ങനെ ഒരു മോഡൽ ഇല്ല. അത് ശുദ്ധ തട്ടിപ്പാണത്. കിഴക്കമ്പലത്തിൽ നിങ്ങൾ വന്നറിയാം, കിട്ടുന്ന പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഈ സാബു ജേക്കബിന്റെ ഫാക്ടറി അടക്കം നികുതി കൊടുക്കുന്ന ഫണ്ടുകൾ മുഴുവൻ അവിടുത്തെ ഒരു പദ്ധതിക്കും ചെലവാക്കുന്നില്ല. അവര് മുഴുവൻ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിന്റെ ഇൻട്രസ്റ്റ് പഞ്ചായത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരത്തിൽ ലാഭമുണ്ടാക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് അതിന്റെ ലെവലിലേക്ക് ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ കോർഡിനേറ്റർ സാബു ജേക്കബും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പൊ BJP-യുമായിട്ടും സംഘപരിവാറുമായിട്ടുള്ള അജണ്ട ഇപ്പൊ മണിപ്പൂരിലടക്കം ന്യൂനപക്ഷ സമുദായങ്ങൾ സംഘപരിവാർ വേട്ടയാടിയപ്പോ അതിൽ ഒരക്ഷരം പോലും പൗരത്വ പ്രശ്നത്തിനടക്കം ഒരക്ഷരം പോലും ഉരിയാടാത്ത സാബു ജേക്കബ് എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന് ഇപ്പോ കാര്യങ്ങൾ കൂടുതൽ, അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 ചാനൽ പുറത്തുവിട്ട ഈ വാർത്തയോട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ഇത് സംഘപരിവാറിന്റെ ബി ടീമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, PV ശ്രീനിജൻ, നമുക്കറിയാം 2020 എന്നും എതിർക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് ശ്രീനിജൻ. പലപ്പോഴും പല കാര്യങ്ങളിലും അവർ പരസ്പരം ഏറ്റുമുട്ടാറുള്ള ആളുകൾ കൂടിയാണ് സാബുവും ജേക്കബും PV ശ്രീനിജനും. അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ 2020 നിന്ന് പോകാനും ഇത് 2020 തകർച്ചയ്ക്കും കാരണമാകും ഈ അലയൻസ് എന്നുള്ളതാണ്. അഷ്റഫ് പാറേക്കാടൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 2020 വോട്ട് ബേസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. അതൊരു പുതിയ സന്ദേശമായിരുന്നു. അവർക്ക് പഞ്ചായത്തുകൾ അധികാരം പിടിക്കാൻ സാധിച്ചു, സീറ്റുകൾ നേടാൻ സാധിച്ചു. ഈ BJP-യുമായി ചേരുന്നതോടുകൂടി ഈ പാർട്ടിക്ക് എന്ത് സംഭവിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീനിജൻ പറയുന്നത് പോലെ അത് 2020-യുടെ തകർച്ചയ്ക്കുള്ള തുടക്കമാകുമെന്ന് കരുതുന്നുണ്ടോ, അതോ കുറച്ചുകൂടി ഈ അലയൻസ് കൊച്ചി പോലെയുള്ള സ്ഥലത്ത് പുതിയൊരു സമവാക്യം സൃഷ്ടിക്കുമോ? ഇതിപ്പോൾ പ്രത്യക്ഷത്തിലൊരു സഖ്യത്തിൽ ഇവർ ഏർപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ചർച്ച വരുമ്പോഴാണ് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് വരുന്നത് തന്നെ. അപ്പോൾ പ്രത്യക്ഷത്തിലൊരു ചർച്ച, ഇങ്ങനൊരു സഖ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറയാം ഞങ്ങൾ BJP-യുടെ ഒപ്പമല്ലെന്ന് പറയാം, BJP-ക്കും പറയാം ഞങ്ങളൊരു പ്രതിപക്ഷമായിട്ടാണ് കാണുന്നതെന്ന് പറയാം. അപ്പോൾ BJP വോട്ടുകൾ എത്തി കാലക്രമേണ ഇവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു കഴിയുമ്പോൾ BJP, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, BJP-ക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് വേണം, ഒരു ജനപിന്തുണയുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പാർട്ടി വേണം. അപ്പോൾ BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതുക്കെ ആണെങ്കിലും 2020 അങ്ങനെ ഒരു പാർട്ടിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2020-യിലേക്ക് BJP വോട്ട് ബൾക്കായിട്ട് പോകുന്നതിനെ അവർ എതിർക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ വോട്ട് ഷെയർ കുറയുമ്പോൾ 2020-ക്ക് പോകുമ്പോൾ അത് ചർച്ചയാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ പറ്റി എപ്പോഴും വിമർശനം നടത്തുന്നുണ്ട്. ഇപ്പോൾ 2022-ൽ നിങ്ങളൊക്കെ മറന്നൊരു കാര്യമുണ്ട്, 2022-ൽ കിഴക്കമ്പലത്ത് സാബുവിൻ്റെ നേതൃത്വത്തിൽ അരവിന്ദ് കെജ്രിവാൾ വന്നുകൊണ്ടൊരു അലയൻസ് പ്രഖ്യാപിച്ചു. അതായത് ഒരു പ്രോഗ്രസീവ് വെൽഫെയർ അലയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 2022 ഡിസംബറിൽ പ്രഖ്യാപിച്ചു. ഒരു വർഷം തികയുമ്പോൾ തന്നെ 2023 ഡിസംബറിൽ ആ ഒരു സഖ്യം ഏകപക്ഷീയമായിട്ട് സാബുവും ജേക്കബിന്റെ പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് അവർ പിൻവലിക്കുകയാണ്. പിന്നീട് അവർ പറഞ്ഞതൊരു കാര്യം ഇത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്നാണ്. പക്ഷേ ഇന്റേണൽ മീറ്റിങ്ങുകളിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർച്ച് മാസത്തിലാണ് 2024 മാർച്ച് മാസത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ BJP അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട്, ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയുകൊണ്ട് ഈ സന്ദേശം BJP നൽകിയത് കൊണ്ടാണ് ഈ പിന്മാറിയെന്നത് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ എന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം നിൽക്കുന്നത്, ഇന്ത്യ സഖ്യത്തിനെ ഇന്ത്യ സഖ്യം എന്ന് വിളിക്കുന്നത് BJP-യാണ്. അതെന്തിനാണ് ആ ഒരു കാര്യം എന്തിനാണ് സാബുവും ജേക്കബിന്റെ ചർച്ചകളിൽ, സാബുവും ജേക്കബിന്റെ മീറ്റിങ്ങുകളിൽ ഇന്ത്യ സഖ്യം എന്ന് എടുത്തെടുത്ത് പറയുന്നത്? അപ്പോൾ BJP-യെ പ്ലീസ് ചെയ്ത് നിർത്തിക്കൊണ്ട് BJP-യുടെ മാക്സിമം വോട്ടുകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശം സാബുവും ജേക്കബിനുണ്ട്. മറു ഉദ്ദേശം ഈ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ UDF-നെയും LDF-നെയും പ്രതിരോധത്തിലാക്കാം അവർക്ക്. അങ്ങനെ വരുമ്പോൾ UDF ആയിട്ട് മറുഭാഗത്ത് ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച 2 സീറ്റുകൾ വരെ എത്തിയെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. അത് പിന്നീട് മാറി അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒപ്പം ഈ സഖ്യം ചേരണം. ഇപ്പോൾ ഇൻ കേസ് UDF ആയിട്ട് സഖ്യം വന്നാൽ പോലും അവരുദ്ദേശിക്കുന്ന ലോങ് ടൈം പാർട്ട്ണർഷിപ്പ് അല്ല, 5 കൊല്ലം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് പോകും. അതായത് ആത്യന്തികമായി പറഞ്ഞാൽ സാബുവും ജേക്കബിനെ ഒരു വലിയ ഒറ്റകക്ഷിയായിട്ട് കേരളത്തിൽ മാറണം. മറുഭാഗത്ത് BJP-ക്ക് സാബുവും ജേക്കബിനെ സഖ്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയം, ഒരു പിടി മുറക്കുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും തന്റെ വ്യവസായം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലുള്ള ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായും BJP-യുമായി അടുക്കുന്നത് ആ തരത്തിൽ കൂടി സാബുവും ജേക്കബിന് വലിയ ഗുണം ചെയ്യും, സംശയമില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെ ബാക്കപ്പ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ബന്ധമുണ്ട്. അമിത്ഷായായിട്ടും മോദിയായിട്ടും ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് സാബുവും ജേക്കബ്. അത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല, ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ സാമ്രാജ്യമാണ് സാബുവും ജേക്കബിന്റെ. അപ്പോൾ ഇതിന്റെ എല്ലാം സഹായം വേണം. അത് മാത്രമല്ല ED പോലെയുള്ള സംവിധാനങ്ങൾ ഒരിക്കലും സാബുവും ജേക്കബ് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റിന്റെ സ്ഥാപനത്തിലേക്ക് വരരുത്. ഇപ്പോൾ മറുഭാഗത്ത് ഇപ്പോൾ
കേരള സർക്കാർ ഏജൻസികൾ, വിജിലൻസ് പോലുള്ള ഏജൻസികൾ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സാബുവും ജേക്കബ് അതായത് ഒരു റെയ്ഡോ അല്ലെങ്കിൽ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർശനവും നടത്തിയാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സാബുവും ജേക്കബ് ഉണ്ടാക്കും. ശ്രീ ഗോപകുമാർ ശ്രീ ഗോപകുമാർ, ശ്രീ അഷ്റഫ് രാജിവെച്ചത് 2020യും BJPയുമായുള്ള അലയൻസ് ചർച്ചകൾ പുരോഗമിക്കുന്നുള്ള തരത്തിലാണ്. അത്തരം എന്തെങ്കിലും നീക്കമുണ്ടോ? അത്തരം എന്തെങ്കിലും ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ടോ ഗോപകുമാർ? ഇത് വെറും ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ, ആരോപണമാണ്. കാരണം ഇത് CPM-ഉം അസ്ലഫുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. കാരണം അസ്ലഫ് നേരത്തെ CPI-യിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദേശാടന പക്ഷി എന്ന പോലെ 2020-ൽ ആകെ വന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിനാണ്. അപ്പോ ഇദ്ദേഹം ആലുവ നിയോജക മണ്ഡലത്തിലെ ചാർജുള്ള ഒരു കോർഡിനേറ്റർ എന്ന രീതിയിലാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രീനിജനും അസ്ലഫും അതുപോലെ CPM-ഉം തമ്മിൽ പറയുന്ന ഒരു ഗൂഢാലോചന എന്നതിലുപരിയായിട്ട് ഇതിൽ യാതൊരു വസ്തുവില്ല. കാരണം നമുക്കറിയാം, കുന്നത്തുനാടിന് പുറത്ത് ഇപ്പൊ കുന്നത്തുനാട് ശ്രീനിജനാണെങ്കിലും അല്ലെങ്കിൽ CPM ആണെങ്കിലും ഈ പറയുന്ന BJP ആണെങ്കിലും ഒരു ശക്തിയല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കുന്നത്തുനാടിന് പുറത്തു പോകുമ്പോൾ, നമ്മൾ പാർട്ടി വളരുമ്പോൾ, ഇന്ന് കേരളത്തിൽ മുഴുവൻ ചൂടുറപ്പിക്കുമ്പോൾ 2020യോടൊപ്പം ജനങ്ങൾ ഈ രാജ്യത്ത് വികസനം വേണം, അല്ലെങ്കിൽ ഈ നാട്ടിനെ ഭാവി തലമുറയ്ക്ക് ഒരു വികസനം വേണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം സംരക്ഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ വരുന്ന പ്രവർത്തകർ ഇന്ന് 2020യോടൊപ്പം അണിനിരക്കുകയാണ്. അപ്പൊ അതിനെ ഏത് വിധേനയും തകർക്കുക അല്ലെങ്കിൽ നമ്മുടെ മുന്നേറ്റം അത് തടയുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ CPM BJPയുമായി അടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, BJP കേരളത്തിൽ വലിയ വേരൂന്ന രാഷ്ട്രീയ കക്ഷിയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നവരാണ്. ദേശീയതലത്തിൽ BJPയുടെ പ്രസക്തിയും ശക്തിയും എത്ര നമുക്കറിയാം. BJPയോട് ചേരുന്നത് കൊണ്ട് 2020ക്ക് എന്താണ് കുഴപ്പമെന്നാണ് താങ്കൾ കരുതുന്നത്? എങ്ങനെയാണ് 2020 തകരുന്നത്? അല്ല, ശൂന്യതയിൽ നിന്നൊരു വാർത്തയുണ്ടാക്കി ഇപ്പൊ ന്യൂസ് 18 പോലെയുള്ള ഒരു ചാനൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വേണ്ടേ? കാരണം BJP ആയിട്ടോ നമ്മളോ അല്ലെങ്കിൽ BJPയിൽ നിന്ന് ആരെങ്കിലും നമ്മളോടോ ഒരു ചർച്ചയോ അതിന്റെ ഒരു ആലോചന പോലും ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇന്നലെ രാജിവെച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു വാർത്തയുടെ പുറകിൽ പോകുന്ന ന്യൂസ് 18ന്റെ ഈ വാർത്താ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്തയോ ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഈ നിമിഷം വരെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആളുകളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാക്കിക്കുക, അല്ലെങ്കിൽ 2020യോടൊപ്പം ചിന്തിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന പ്രവർത്തകരുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അത് CPM-ന്റെ ഒരു കപട ആലോചനയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം വാർത്തകൾക്കൊന്നും യാതൊരു ഗൗരവവും കൊടുക്കേണ്ടതില്ല. നമ്മളുടെ പാർട്ടി ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം 4 മുനിസിപ്പാലിറ്റി, കൊച്ചിയിലെയും അതുപോലെ തന്നെ പിറവം പോലെയുള്ള മുനിസിപ്പാലിറ്റികളിലും 60ഓളം പഞ്ചായത്തുകളിലും 1600 സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ശക്തമായ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. മറ്റു പാർട്ടികൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പോസ്റ്ററുകളും മറ്റുള്ള അനൗൺസ്മെന്റും പ്രചരണങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ വേവലാതി പൂണ്ട CPM-ന്റെ ഒരു ഗൂഢാലോചന മാത്രം, അതിന് അസ്ലഫിനെ പോലെയുള്ള ഇതുപോലെയുള്ള ദേശാടന പക്ഷികളെ അവർക്ക് കിട്ടുമായിരിക്കും. അത് അത്രമാത്രം ഗൗരവമേ അതിന് കൊടുക്കേണ്ടതുള്ളൂ. 2020 പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായി നാടിന് വേണ്ടി ഈ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ശരി ഗോപകുമാർ, ഡാനി ഇപ്പോൾ തുടരുന്നുണ്ടായെന്നാണ് മനസ്സിലാകുന്നത്. ഡാനി, ഗോപകുമാർ നമുക്കറിയാം വളരെ ഈ 2020 പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷേ അപ്പോഴും അഷ്റഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത് പരസ്യമായൊരു സഖ്യമല്ല, രഹസ്യമായൊരു ധാരണ സംഭവിച്ചേക്കാം എന്നാണ്. രഞ്ജിത്ത്, ആ രീതിയിലാണ് ഇപ്പോൾ അഷ്റഫ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ BJP ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ വാക്കുകൾ. അദ്ദേഹം അത് ഒരിക്കലും മറ്റ് 2 പേർ ഇപ്പോൾ DCC ഭാഗത്തു നിന്നാണെങ്കിലും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് 2020യുടെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇതിലൊരു അഭിപ്രായം കൃത്യമായി അവർ പറയുമ്പോൾ പോലും അതിലൊരു മൃദു സമീപനം തന്നെയാണ്, ഒരിക്കലും തള്ളി പറയുന്നില്ല എന്നത് തന്നെയാണ് BJP അതിൽ നിലപാടിൽ വ്യക്തമാക്കുന്നത്. കാരണം അവർ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നതല്ല, സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ അത്ര ബഹുമാനങ്ങളൊക്കെ ഉള്ളതും നല്ലത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ട്, പ്രാഥമികമായ രീതിയിൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു വന്ന അവരുടെ കോർഡിനേറ്റർ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ കൂട്ടുകെട്ടുകൾ എന്നെല്ലാം തന്നെ പറയുന്നത്. BJP കഴിഞ്ഞ 5 സീറ്റുകൾ നേടി വളരെ നിർണായകമായ ഒരു ശക്തിയാവുന്നു. കഴിഞ്ഞ തവണ 6 സീറ്റുകളിലോളം
സീറ്റുകളോളം തന്നെ അവർ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്യുമ്പോൾ കൂടുതൽ സീറ്റുകൾക്കുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. സാധ്യമാകുന്ന എല്ലാ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെ BJPയും പറയുന്നു. ചർച്ചകളുടെ ഒരു രൂപമോ ചർച്ചകളുടെ ഒരു ക്രമമോ അവർ വ്യക്തമാക്കുന്നില്ല എങ്കിൽ കൂടി അതുകൊണ്ട് ഇത്തവണ ഉണ്ടാക്കുന്ന ഏതൊരു കൂട്ടുകെട്ടും അല്ലെങ്കിൽ ഒരു ധാരണകളും ഇത് കൊച്ചി കോർപ്പറേഷനിലെ ഭരണം നിർണ്ണയിക്കുന്നതിൽ തീർച്ചയായും വലിയ ഭാഗതയും അത് നിർണ്ണയിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. 74 സീറ്റുകളിൽ നിന്ന് 76ലേക്ക് മാറിയെങ്കിലും മത്സരം വലിയ കടുപ്പത്തിലേക്ക് തന്നെ പോകുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളോട് 2020 കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് BJPയുമായ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ധാരണയിലേക്ക് നീങ്ങുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഭരണം ആർക്ക് എന്നത് നിശ്ചയിക്കുന്നത് ഈ ഒരു ധാരണകൾ തന്നെയായിരിക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം ഈ ചർച്ചകളുടെ പുരോഗതി എങ്ങനെയാണ് എന്നുള്ളത്.